ഹായ് മൈ ഡിയേഴ്സ്, വെൽക്കം ടു മറിയൻ ഡിസൈൻസ്. നമുക്ക് ചെറിയ കുട്ടികൾക്കുള്ള പ്രേ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ ഈ വീഡിയോയിൽ ഫുള്ള് കണ്ടു നോക്കിയാലോ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈ മെത്തേഡിൽ തന്നെ ചെയ്താൽ മതിയാകും കേട്ടോ. ഫുൾ വിഡ്ത്ത് നമ്മൾ എടുത്തിട്ട് അത് രണ്ടായിട്ട് മടക്കിയിട്ടുള്ള വിഡ്ത്താണ് ചെറിയ കുട്ടികൾക്ക് എടുക്കുന്നത്. അപ്പം നമുക്ക് ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മെറ്റീരിയൽ കൂട്ടിയെടുത്താൽ മതിയാകും. അപ്പോൾ ഇവിടെ തുണി രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ ഹാഫാണ് നമ്മൾ കുട്ടികൾക്ക് വിഡ്ത്തായിട്ട് എടുക്കുന്നത്. ഒരു 24 ഇഞ്ച് 25 ഇഞ്ചൊക്കെ ചെസ്റ്റ് അളവുള്ള കുട്ടികൾക്ക് ഇതുപോലെ മതിയാകും കേട്ടോ. അപ്പോൾ 40 ഇഞ്ച് 41 ഇഞ്ചൊക്കെ വിഡ്ത്തുള്ള മെറ്റീരിയലാണ് നമ്മൾ പ്രേ ഡ്രസ്സിനായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് പകുതി മടക്കിയിട്ട് ഉള്ള ലൂസ് മതി കുട്ടികൾക്ക്. അപ്പോൾ നമുക്ക് ലെങ്ത് എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂട്ടത്തിലുള്ള തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് ആദ്യം മെറ്റീരിയൽ എടുക്കുക. പിന്നെ സ്ലീവിന് വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ 13-14 ഇഞ്ചൊക്കെയാണ് ഫുൾ സ്ലീവ് വരുന്നത്. അപ്പോൾ അതും അതിൻ്റെ കൂട്ടത്തിൽ 2-3 ഇഞ്ച് തയ്യൽ തുമ്പോടെ ആഡ് ചെയ്യുക. പിന്നെ ഹെഡിന് വേണ്ടിയിട്ട് അതിനൊരു 10 ഇഞ്ച് പിന്നെ തയ്യൽ തുമ്പോട് കൂടി 1.5 ഇഞ്ചോടെ കൂട്ടി 11.5 ഇഞ്ചോടെ എക്സ്ട്രാ ഇട്ടാൽ മതിയോ. അപ്പോൾ അങ്ങനെ മെറ്റീരിയൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ മെറ്റീരിയൽ എടുത്ത് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കുട്ടികൾക്ക് പ്രേ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സംശയമാണ് കുട്ടികൾക്ക് എത്ര തുണി എടുക്കണം എന്നൊക്കെ. അപ്പോൾ ഇതൊരു 1.25 മീറ്റർ മെറ്റീരിയലുണ്ട്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന അളവിനുള്ള കുട്ടിക്ക് 1.5 മീറ്റർ മതി. ഞാൻ ജസ്റ്റ് കൂടുതൽ എടുത്തുന്നുള്ളൂ. ഇപ്പോൾ ഒരു 1.25 മീറ്റർ മെറ്റീരിയലുണ്ട്. ഇത് ഞാൻ അളന്ന് നോക്കിയപ്പോൾ അത്രയുണ്ട്. അപ്പോൾ ആദ്യം ഇതുപോലെ തുണി രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ തയ്യൽ തുമ്പോടെ ആഡ് ചെയ്ത് എടുക്കുക. നമുക്ക് ലെങ്ത്ത് എപ്പോഴും കുറച്ച് കൂടുതൽ ഇട്ടിട്ടാണല്ലോ എടുക്കുന്നത്. നമ്മൾ കുട്ടിയുടെ ലെങ്ത്ത് എടുത്തിട്ട് 3-4 ഇഞ്ച് എക്സ്ട്രാ എടുത്ത് പിന്നെ തയ്യൽ തുമ്പോടെ ആഡ് ചെയ്ത് എടുക്കുക. ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടുക. കരഭാഗം രണ്ടും ചേർത്ത് വെച്ച് മടക്കിയിടുക. അതിന് ശേഷം അതിൻ്റെ സൈഡ് ഓപ്പൺ ആക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ആ സൈഡിൽ സ്ലീവ് വെക്കാനുള്ള പോർഷൻ മാത്രം ഓപ്പൺ ആക്കി കൊടുത്താൽ മതി. ഇത് രണ്ടായിട്ട് മടക്കി കൊടുക്കുക. അതിൻ്റെ വിഡ്ത്തൊന്ന് അളന്ന് നോക്കുക. നമുക്ക് ഹെഡ് തയ്ക്കണമല്ലോ, നമുക്ക് മുഖമക്കന വരുന്ന ഭാഗം തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആ രണ്ടായിട്ട് മടക്കിയിട്ടുള്ളതിൻ്റെ പകുതി ഭാഗം എടുത്താൽ മതിയാകും. അപ്പോൾ ഇവിടെ 10 ഇഞ്ചാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ആ 10 ഇഞ്ച് തന്നെ വിഡ്ത്ത് ഉള്ള തുണി എടുക്കുന്നുണ്ട്. അതുപോലെ 10 ഇഞ്ച് തന്നെ ലെങ്ത്ത് അതിൻ്റെ കൂട്ടത്തിൽ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പം അതിൻ്റെ ഹാഫ് വരുമ്പോൾ 20 ഇഞ്ചാണല്ലോ. ആ 20 ഇഞ്ച് വിഡ്ത്തും 10 ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പും 1/2 ഇഞ്ച് ജോയിൻ ചെയ്യാനുള്ള തയ്യൽ തുമ്പും അങ്ങനെ 1.5 ഇഞ്ചോടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് ആണ് ഹെഡിൻ്റെ പീസ് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തത്. അത് ഇതുപോലെ ഒരു പകുതിയിൽ ബാക്ക് വരുന്ന ആയിട്ടെടുത്ത് അതിൽ പിടിപ്പിക്കുക. പിന്നെ ഫ്രണ്ടായിട്ട് വരുന്ന മറ്റേ പോർഷൻ ഉണ്ടല്ലോ അതിലേക്ക് ഹെഡിൻ്റെ അറ്റം പിടിപ്പിച്ചെടുക്കുക. അപ്പോൾ സ്ലീവ് വെക്കാൻ വേണ്ടിയിട്ട് ആ സൈഡ് ഞാൻ കുറച്ചുകൂടെ കട്ട് ചെയ്യുന്നുണ്ട്. ഇനി മുഴുവനായിട്ട് വേണം നിങ്ങൾക്ക് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി സ്ലീവാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. സ്ലീവ് ഒരു 13 ഇഞ്ചൊക്കെ കുട്ടികൾക്ക് വരും. അപ്പോൾ 2 ഇഞ്ചോടെ ഇലാസ്റ്റിക്കൊക്കെ ഇടാനും ഉള്ള തയ്യൽ തുമ്പും ഒക്കെ കൂടി 2 ഇഞ്ചോടെ എക്സ്ട്രാ എടുത്ത് 15 ഇഞ്ച് വരെ നമുക്കൊരു 5-6 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് നമുക്ക് സ്ലീവ് എടുക്കാം കേട്ടോ. അപ്പോൾ 2.5 വയസ്സൊക്കെ ആയ കുട്ടികൾക്ക് 11-12 ഇഞ്ചൊക്കെ എടുത്താൽ മതി. ഞാനിവിടെ ഇച്ചിരി കുറച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഫുൾ സ്ലീവായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 15 ഇഞ്ച് വരെ ഇട്ട് കട്ട് ചെയ്ത് എടുക്കാം. ഇനി താഴ്ഭാഗത്ത് കുറച്ച് വിട്ട് കുറച്ച് മതി, നമ്മൾ ഇലാസ്റ്റിക് കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗത്ത് അതുപോലെ ഒരു 8 ഇഞ്ചൊക്കെ വിട്ട് കൈക്ക് ലൂസ് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ വിട്ട് വരുന്ന അത്രയും ഭാഗം നമ്മൾ സൈഡ് കീറി കൊടുക്കുന്നുള്ളൂ. ഇനി ഫുള്ളായിട്ട് കീറി സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഫുള്ളായിട്ട് കീറി കൊടുക്കണമെങ്കിൽ അങ്ങനെ കീറി കൊടുക്കാം കേട്ടോ. ഇത് ഇത്രയും മെറ്റീരിയൽ എനിക്ക് മിച്ചം വന്നിട്ടുണ്ട്. അതായത് ഒരു 3/4 മീറ്റർ ഫുള്ളായിട്ട് വിട്ട് എനിക്ക് മിച്ചം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 3 വയസ്സായ കുട്ടിയുടെ അളവാണ്. അപ്പോൾ 5 വയസ്സ് 6 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് 1.25-2 മീറ്ററൊക്കെ എടുത്താൽ മതി കേട്ടോ. ഞാൻ ബാക്കി വന്ന പീസിൽ നിന്ന് ഞാനൊരു ചെറിയ ബാൻഡ് 1.5 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ആ തലയിലിടുന്ന ഭാഗത്ത് ഒരു ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു 10 ഇഞ്ച് ഇലാസ്റ്റിക്കൊക്കെ നീളത്തിന് എടുത്താൽ മതിയാവും. അപ്പോൾ അത് കൂടി ഒരു 5-6 ഇഞ്ച് കൂട്ടി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും സ്റ്റിച്ചിങ് അറിയാവുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ കട്ട് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു മെത്തേഡ് കാണിച്ചു തരുന്നു എന്നുള്ളൂ. അപ്പം നമുക്ക് ജസ്റ്റ് കൈയൊന്ന് മടക്കി അടിച്ച് കൊടുക്കാം. 4 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് കിട്ടാൻ പാകത്തിന് രണ്ടായിട്ട് മടക്കി കൊടുക്കാം കേട്ടോ. 2 പ്രാവശ്യമായിട്ട് മടക്കാം. ഒറ്റ പ്രാവശ്യം മടക്കി അടിക്കാൻ അറിയില്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ട് മടക്കിയെടുക്കാം. പിന്നെ ഒരു 6 ഇഞ്ച് നീളത്തിന് ചെറിയ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ഉള്ളിലിട്ട് കൊടുത്ത് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ.
ഇനി നമുക്ക് അതിൻ്റെ ബോഡി പാർട്ട് എടുത്തിട്ട് നമ്മൾ ഒരു പീസ് ഫ്രണ്ടും ഒരു പീസ് ബാക്കും ആയിട്ടാണല്ലോ എടുത്തേക്കുന്നത്, ഹാഫ് മടക്കിയത്. അപ്പോൾ അതിൻ്റെ ഒരു പീസിലേക്ക് നമുക്ക് അതിൻ്റെ തലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മക്കനയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ചെറിയ പീസ് ഉണ്ടല്ലോ അത് എടുക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബോഡിക്ക് വേണ്ടി ഫ്രണ്ടിനല്ല ബാക്കിന് എടുത്തേക്കുന്ന ബോഡി പാർട്ടിൻ്റെ പകുതി നീളവും അതിന് മടക്കിയടിക്കാനുള്ള തയ്യൽ തുമ്പോടെയാണ് നമ്മൾ എക്സ്ട്രാ കൊടുത്ത് എടുത്തത്. അത് ജോയിൻ ചെയ്ത് പതിച്ചടിച്ചതിന് ശേഷം നമ്മൾ മുഖം വരുന്ന ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ മടക്കി അടിക്കുന്നുണ്ടല്ലോ, അത് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി അടിച്ച് എടുക്കുക. അപ്പോൾ മക്കനയുടെ അരികാണ് നമ്മൾ അടിച്ചെടുത്തത്. ഇനി നമ്മൾ മുഖത്തിൻ്റെ അളവ് നോക്കിയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്കാകുമ്പോൾ ഒരു 9 ഇഞ്ചൊക്കെ മതി കേട്ടോ, 9-9.5 ഇഞ്ച് കൂടുതൽ വേണ്ട. അത് കൊടുത്ത് ഇതുപോലെ ജോയിൻ ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ വിടർത്തിയിട്ട് കഴിയുമ്പോൾ നമ്മുടെ മക്കന റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റേ പീസ് ഉണ്ടല്ലോ, ഫ്രണ്ട് പീസ് വരുന്നത്, ഞാനിവിടെ കട്ട് ചെയ്ത് ഫുള്ളാക്കി മാറ്റി എടുത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ സെൻറ്റർ പോർഷൻ ഇതുപോലെ ഒപ്പം വെച്ച് മടക്കിയെടുത്ത് കണ്ടിട്ട് ഇതുപോലെ 2 സൈഡിലേക്കും വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ രണ്ടും സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ അങ്ങനെ ഫ്രണ്ടും ബാക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം, ഡബിൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് മുഖമക്കനയുടെ തയ്യലും ബോഡി പാർട്ടിൻ്റെ തയ്യലും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ കണ്ടു നോക്കട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ഇനിയും ഞാൻ ഇടുന്ന വീഡിയോസ് കാണണമെങ്കിൽ ഒന്ന് ബെൽ ബട്ടൺ അമർത്തി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അത് സ്റ്റിച്ച് ചെയ്തെടുത്ത് നമ്മൾ വിടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ഇതുപോലെ സൈഡിൽ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്ലീവിൻ്റെ സെൻറ്റർ പോർഷൻ കട്ടിട്ട് കൊടുത്തിട്ട് ആ തയ്യൽ വരുന്ന ജോയിൻ ചെയ്തിരിക്കുന്ന ഭാഗത്തു നിന്ന് 2 സൈഡിലേക്കും വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻറ്റർ നോക്കി സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്യുക. സെൻറ്റർ വരുന്ന ഭാഗമെത്തുമ്പോൾ ഇതുപോലെ കുത്തി നിർത്തുക. സൂചി കറക്കി എടുത്തിട്ട് റിട്ടേൺ അടിക്കുക കേട്ടോ, മറ്റേ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അടിക്കുക. സ്ലീവ് പിടിപ്പിച്ച് തീരുന്ന സ്ഥലം എത്തുമ്പോൾ നമുക്ക് റിട്ടേൺ താഴത്തേക്ക് അടിച്ചെടുക്കുക. അങ്ങനെ നമുക്ക് 2 സൈഡിലെ സ്ലീവും ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാനാണുള്ളത്. അപ്പോൾ കൈയുടെ സൈഡിൽ കൂടെ തന്നെ ഒത്തിരി ലൂസ് കുറയ്ക്കാനൊന്നുമില്ല, ലൂസിനിടാനുള്ള ഉടുപ്പല്ലേ. അപ്പോൾ ഇതുപോലെ 2 സൈഡും നമുക്ക് വണ്ണം അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ അടിഭാഗവും മടക്കി അടിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് തലയിലിടാനുള്ള ഇലാസ്റ്റിക് മുറിച്ചെടുക്കണം. അപ്പോൾ ഒരു 9 അല്ലെ 10 ഇഞ്ച് നീളത്തിന് ഇലാസ്റ്റിക് എടുത്താൽ മതിയാകും. അതിനേക്കാളും ഒരു 5-6 ഇഞ്ച് കൂട്ടി നമുക്ക് മെറ്റീരിയലും മുറിച്ചെടുക്കാം. ബാൻഡ് മുറിച്ചെടുത്തത് ഒരു 10 ഇഞ്ചാണ് നമ്മൾ ഇലാസ്റ്റിക് എടുക്കണമെങ്കിൽ ഒരു 10, 15, 16 ഇഞ്ചൊക്കെ എടുത്താൽ മതിയാവും. അതുപോലെ അടിച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡ് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് കുത്തി മറിച്ചെടുക്കാൻ എളുപ്പത്തിനാണ്. അതിനുശേഷം അത് മറിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇനി നമുക്കത് തലയുടെ നമുക്ക് നെറ്റി വരുന്ന ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ പിള്ളേർക്കാകുമ്പോൾ മുകളിൽ നിന്ന് ഒരു 3 ഇഞ്ചൊക്കെ നീളത്തിന് എടുത്താൽ മതിയാവും. അതിതുപോലെ വെച്ച് കൊടുക്കുക. അതിൻ്റെ അറ്റം ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് നല്ല വശത്ത് വെച്ചിട്ട് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ 2 സൈഡും സെൻറ്റർ മടക്കിയിട്ട് 2 സൈഡിലേക്ക് 3 ഇഞ്ച് വീതം അടയാളപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ 2 സൈഡും സ്റ്റിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് 3 വയസ്സായ കുട്ടികൾക്കൊക്കെ 38 ഇഞ്ചൊക്കെ നീളം നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്ന മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അത് ധാരാളം മതിയാകും. അപ്പോൾ അതൊരു മീറ്ററിൻ്റെ അടുത്ത് വരുമല്ലോ. അപ്പോൾ വയസ്സ് കൂടുന്നതിനനുസരിച്ച് ലെങ്ത്ത് കൂട്ടിക്കൊടുക്കുക. അപ്പോൾ ഒരു 25-26 ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്ന കുട്ടികൾക്ക് ഇതേ രീതിയിൽ തന്നെ എടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ നമുക്ക് തുണി വളരെ കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ അത്യാവശ്യം പിള്ളേർക്ക് അത്യാവശ്യം ലൂസ് ഉണ്ടാവും. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് അടിഭാഗം മടക്കി അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ പിന്നെ റമദാൻ മാസം വരുവാണല്ലോ, അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു രസമുണ്ട് കുട്ടികളൊക്കെ ഇതിട്ട് നിൽക്കുന്ന കാണുമ്പോൾ. അപ്പോൾ അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.